ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് സ്വീറ്റ് മാത്ത് ആക്ടിവിറ്റി ബുക്കിലെ 8ാമത്തെ ചാപ്റ്റർ ജിംഗ്ലിംഗ് കോയിൻസ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ജിംഗ്ലിംഗ് കോയിൻസ് നോക്കി കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം. നമുക്കിന്ന് ആക്ടിവിറ്റി ബുക്ക് നോക്കാം. നമുക്ക് അവിടുത്തെ കുട്ടികളെ കാണാം. എത്ര കുട്ടികളുണ്ട്? 5 പേരുണ്ട് അല്ലേ. ജെയിൻ വീൽ ടിക്കറ്റ് 20 rupees തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ കണ്ടതാണ്. ജെയിൻ വീൽ കയറണമെങ്കിൽ എത്ര രൂപയുടെ ടിക്കറ്റ് എടുക്കണം? 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം അല്ലേ. ഓൾ 5 wanted a റൈഡ്. അവർക്ക് 5 പേർക്കും ജെയിൻ വീലിൽ കയറണം. ഹൗ മച്ച് ഷുഡ് ദേ പേ ഫോർ ടിക്കറ്റ്സ്? എങ്കിൽ അവർ എത്ര രൂപ ടിക്കറ്റിന് വേണ്ടി കൊടുക്കേണ്ടി വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരാൾക്ക് 20 രൂപ. അപ്പൊ 20 + 20 + 20 + 20 + 20 എത്ര കിട്ടും നമുക്ക്? 100 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന 5 ബോക്സിലും 20 എന്ന് എഴുതുക. കൂട്ടി കിട്ടുന്ന സം എത്രയാണ്? = 100 എന്നും എഴുതുക. നെക്സ്റ്റ് പേജ് നോക്കൂ. കോയിൻസ്, നാണയങ്ങൾ. റൈറ്റ് ദ വാല്യൂ ഓഫ് ഈച്ച് കോയിൻ. ഓരോന്നിന്റെയും മൂല്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന നാണയങ്ങളുടെ വില എഴുതുക. എത്രയാണ്? 1 രൂപ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 1 rupees എന്ന് എഴുതണം. 2 രൂപയുടെ തുട്ട് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 rupees എന്ന് എഴുതണം. 5 രൂപയുടെ കോയിൻ തന്നിട്ടുണ്ട്. അപ്പൊ 5 rupees എന്ന് എഴുതണം. അതുപോലെ 10 രൂപയുടെ കോയിൻ തന്നിട്ടുണ്ട്. അപ്പൊ 10 rupees എന്ന് എഴുതണം. 20 രൂപയുടെ കോയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ 20 rupees എന്ന് എഴുതണം. ഹൗ മച്ച് ഇൻ ഓൾ? എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കൂട്ടി നോക്കിയേ. 20 + 10 + 5 + 2 + 1 എത്ര കിട്ടി? 38 എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് കോയിൻ. ഈ കോയിനുകളുടെ എല്ലാം പിക്ചർ താഴെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുത്തിട്ട് അതിനടിയിൽ നാണയം വെക്കുക. അപ്പൊ 5 രൂപയുടെ നാണയമാണെങ്കിൽ ആ നാണയം വെച്ചിട്ട് മുകളിൽ പെൻസിൽ കൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ പ്രിന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി കറൻസി നോട്ട്സ്. ഇപ്പൊ നോട്ടുകളെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അവിടെ എത്ര രൂപയുടെ നോട്ടാണ് തന്നിരിക്കുന്നത്? 1 രൂപയുടെ എത്ര നോട്ടുകളുണ്ട്? 9 നോട്ടുകളുണ്ട്. അപ്പോൾ 1 രൂപയുടെ 9 നോട്ടുകൾ ചേർന്നാൽ നമുക്ക് എത്ര രൂപ കിട്ടും? ഹൗ മച്ച് ഇൻ ഓൾ? ആകെ എത്ര രൂപയാകും? 9 രൂപ. അപ്പൊ 9 എന്ന് അവിടെ എഴുതണം. ഹൗ മച്ച് ഇൻ ഓൾ? അവിടെ കുറച്ച് കോയിൻസ് തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം. 1 + 2 + 5 + 10 എത്ര കിട്ടി നമുക്ക്? 18 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ആ ബോക്സിൽ 18 എന്ന് എഴുതുക. നെക്സ്റ്റ് ഹൗ മച്ച് എത്രയായെന്ന് നമുക്ക് നോക്കാം. അവിടെ കോയിൻസ് തന്നിട്ടുണ്ട്. എത്ര രൂപയുടെ കോയിൻസ് ആണ് തന്നിരിക്കുന്നത്? 10 രൂപയുടെ കോയിനാണ് തന്നിരിക്കുന്നത്. എത്ര കോയിൻ ഉണ്ട്? 1 2 3 4 4 കോയിൻ ഉണ്ട് അല്ലേ. അപ്പൊ എത്ര കിട്ടും? ഹൗ മച്ചിന്റെ ആളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാവും? 10 + 10 20 + 10 30 + 10 40 കിട്ടും അല്ലേ. ഇനി നോക്കി, അവിടെ 10ന്റെ കോയിൻ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. 10 രൂപയുടെ കോയിൻ തന്നെയാണ് തന്നിരിക്കുന്നത്. എത്ര കോയിൻ ഉണ്ട്? അവിടെ 8 കോയിൻ ഉണ്ട്. 8 കോയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടി നോക്കാം. 8 10കൾ ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും? ഹൗ മച്ച് ഇൻ ഓൾ? എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 80 കിട്ടും. 80 കിട്ടും അല്ലേ. ഡ്രോ ദ കറക്റ്റ് കോയിൻ എന്ന് തന്നിട്ടുണ്ട്. താഴെ 10 + -= 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 10നോട് എത്ര കൂട്ടിയാൽ 20 കിട്ടും? അപ്പൊ 10 രൂപയോട് എത്ര രൂപ കൂടി കൂട്ടിയാൽ 20 കിട്ടും? 10 + 10 ആണല്ലേ 20. അപ്പോൾ അവിടെ 10ന്റെ ഒരു കോയിൻ വരച്ചു കൊടുക്കുക. ഇനി നോക്കിയേ, 20 - -10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 20 രൂപയിൽ നിന്ന് ഏതോ ഒരു രൂപ കുറച്ചപ്പോൾ നമുക്ക് 10 രൂപ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20ൽ നിന്ന് എത്ര കുറച്ചാലാണ് 10 കിട്ടുന്നത്? 10ന്റെ കൂടെ 10 കൂട്ടിയാലാണ് 20. അപ്പം 20ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് 10 കിട്ടുന്നു. അപ്പോൾ 10ന്റെ ഒരു കോയിൻ അവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ 10 രൂപ കോയിൻ അവിടെ വരയ്ക്കുക. നെക്സ്റ്റ് നോക്കിയേ, 10 + 10 10ന്റെ ഒരു കോയിൻ ഉണ്ട്. അതുപോലെ 10 രൂപയുടെ വേറൊരു കോയിനും കൂടെ തന്നിരിക്കുകയാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 രൂപയുടെ വേറൊരു കോയിൻ അവിടെ വരച്ചു കൊടുക്കുക. അപ്പൊ 20 രൂപയുടെ ഒരു കോയിൻ അവിടെ നിങ്ങൾ വരയ്ക്കുമല്ലോ. നെക്സ്റ്റ് ഹോൺ ആൻഡ് ബലൂൺ. പിയും ബലൂണും അല്ലേ. അരുൺ വെന്റ് ടു എ ഫെയർ ആൻഡ് ബോട്ട് എ ഹോൺ ഫോർ 5 rupees ആൻഡ് 5 balloons ഫോർ 2 rupees ഈച്ച്. എന്ത് ചെയ്തു? അരുൺ ഒരു ഫെയറിന് പോയിട്ട് അവിടെ നിന്നും ഒരു ഹോൺ, 5 രൂപയുടെ ഒരു ഹോണും അതുപോലെ 5 ബലൂൺ, 2 രൂപയുടെ 5 ബലൂണും വാങ്ങി. അപ്പോ 5 രൂപയുടെ ഒരു ഹോൺ പ്ലസ് 2 രൂപയുടെ 5 ബലൂൺ. കിരൺ ബോട്ട് 3 dolls ഫോർ 10 rupees ഈച്ച്. കിരൺ അവിടെ നിന്നും 3 പാവകളെ വാങ്ങി. എത്ര രൂപയുടെ? 10
രൂപയുടെ 3 പാവകളെ വാങ്ങി. ഹൂ പെയ്ഡ് മോർ? എങ്കിൽ ആരാണ് കൂടുതൽ രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഓഫ് 1 ഹോൺ നമ്മൾ കണ്ടതാണ് 5 rupees. അപ്പൊ അവിടെ 5 എന്ന് എഴുതണം. പ്രൈസ് ഓഫ് 5 ബലൂൺ, പ്രൈസ് ഓഫ് 1 ബലൂൺ എത്രയാണ്? അവിടെ തന്നിട്ടുണ്ട് 2 രൂപയാണ് ഓരോ ബലൂണിനെന്നും. 5 ബലൂൺ ഫോർ 2 rupees ഈച്ച് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രൈസ് ഓഫ് 5 ബലൂൺ എത്രയാവും? 5 രണ്ടുകൾ കൂട്ടുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പൊ 10 rupees എന്ന് അവിടെ എഴുതണം. ടോട്ടൽ പ്രൈസ് കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 5 + 10 = 15, 15 എന്ന് അവിടെ എഴുതണം. ഫോർ 3 dolls കിരൺ പെയ്ഡ്, 3 പാവകൾക്കും കൂടി കിരൺ എത്ര രൂപയായിരിക്കും കൊടുത്തത്? പറഞ്ഞിട്ടുണ്ട് കിരൺ ബോട്ട് 3 dolls ഫോർ 10 rupees ഈച്ച്. കിരൺ 3 പാവകളെ വാങ്ങി, ഓരോന്നിനും 10 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 10 + 10 + 10 എത്രയാവും? 30 rupees ആവും അല്ലേ? അപ്പൊ ആരാണ് കൂടുതൽ പേ ചെയ്തത്? കൂടുതൽ പേ ചെയ്തത് കിരൺ ആണല്ലേ. ഫോർ 15 rupees വിച്ച് ഓഫ് ദീസ് ക്യാൻ യു ബൈ ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്? 15 രൂപയ്ക്ക് നിങ്ങൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ എത്ര എണ്ണം വീതം വാങ്ങും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ഡോൾ ആണെന്ന് കരുതിക്കൂ. ഒരു ഡോൾ ആണെങ്കിൽ എത്ര രൂപയാവും? പ്രൈസ് ഓഫ് 1 doll എന്ന് പറയുന്നത് 10 rupee ആണ്. അപ്പൊ 10 rupee ആയി. പിന്നെ ഒരു ഊത്തും കൂടി വാങ്ങാം അല്ലേ, ഹോൺ. അപ്പോൾ ഒരു ഹോണും കൂടി വാങ്ങാം. അപ്പോൾ ഒരു ഡോളും ഒരു ഹോണും വാങ്ങിയാൽ 15 രൂപയാണ്. അല്ലെങ്കിൽ നേരത്തെ നമുക്ക് അരുൺ വാങ്ങിയതുപോലെ 5 രൂപയുടെ ഒരു ഹോണും അതുപോലെ 2 രൂപയുടെ 5 ബലൂണും, അപ്പോഴും 15 രൂപയാണ്. അങ്ങനെയും വാങ്ങാം. ഇനി താഴെ കൊടുത്തിട്ടുണ്ട് ഫോർ 20 rupees. 20 രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും വാങ്ങുന്നത്? 1 dollും 5 ബലൂൺസും വാങ്ങാം. അപ്പൊ 1 doll 10 rupees, 5 ബലൂൺസ് 10 rupees, അപ്പൊ 20 rupees ആവും. അതല്ലെങ്കിൽ 1 dollും 2 ഹോണും വാങ്ങാം. 1 doll 10 rupees, 2 ഹോൺ 10 rupees, അപ്പൊ 20 rupees ആവും. അല്ലെങ്കിൽ 5 ബലൂൺസും 2 ഹോണും വാങ്ങാം. 5 ബലൂൺസ് 10 rupees, 2 ഹോൺ 10 rupees, അങ്ങനെ വാങ്ങാം. അതും അല്ലെങ്കിലോ 2 doll മാത്രം വാങ്ങാം, അപ്പോഴും 20 rupees ആവും. അതുമല്ലെങ്കിലോ 4 ഹോൺ മാത്രം എടുത്താലോ 4 ഹോണിനും കൂടി എത്ര രൂപയാവും? 20 rupees, അങ്ങനെയും എടുക്കാം. 4 rupees more, 4 രൂപ കൂടുതലല്ലേ. അനു ആൻഡ് ജിത്തു ടുഗദർ ഹാവ് 20 rupees. അനുവിന്റെയും ജിത്തുവിന്റെയും കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? 20 രൂപയുണ്ട്. 20 rupees ഉണ്ട്. അവിടെ 20 rupees തന്നിട്ടുണ്ട്. എങ്ങനെയാ? 10 2ന്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? എത്ര രണ്ടുകളുണ്ട്? 10 രണ്ടുകളുണ്ട്. ഹായ് അനു, ജിത്തു വിളിക്കുകയാണ്. ഹായ് അനു. ജിത്തു ഹാസ് 4 rupees മോർ ദാൻ അനു. അനുവിനേക്കാളും 4 രൂപ ജിത്തുവിന് കൂടുതലാണ്. ഹൗ മച്ച് ഡസ് അനു ഹാവ്? എങ്കിൽ അനുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുവിനേക്കാളും 4 രൂപ ജിത്തുവിന് കൂടുതലാണ്. രണ്ടുപേരുടെയും കൂടി കൂട്ടുമ്പോൾ 20 രൂപയെ ആകാനും പാടുള്ളൂ. വാട്ട് അബൌട്ട് ജിത്തു? എങ്കിൽ ജിത്തുവിന്റെ കയ്യിൽ എത്ര രൂപ കാണും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 20 വരുന്ന രീതിക്ക് നമ്മൾ ഓരോരോ നമ്പർ എടുത്ത് നോക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ അനുവിന്റെ കയ്യില് 8 രൂപയാണെങ്കിൽ ജിത്തുവിന്റെ കയ്യില് 8നോട് 4 കൂടി കൂട്ടി 12 രൂപയായിരിക്കും. 8ഉം 12ഉം കൂട്ടുമ്പോൾ നമുക്ക് 20 രൂപ കിട്ടുകയും ചെയ്യും. അപ്പോൾ അനുഹാസ് എത്ര രൂപയാണ്? അനുഹാസ് 8 rupees, ജിത്തു ഹാസ് 12 rupees. ടോട്ടൽ 8 + 12 = 20. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ജിംഗ്ലിംഗ് കോയിൻസ് എന്ന ഈ ചാപ്റ്ററിലെ വർക്ക് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.